സ്റ്റുഡൻസ് എജുപ്ലസിലെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ 10th ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എ ടൈഗർ കംസ് ടു ടൗൺ 1. അപ്പം ഇവിടെ ടൗൺ 1 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട് കേട്ടോ. അത് ചാപ്റ്റർ 6 നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയാണ്. നമ്മുടെ R.K. നാരായൺ ഓതറായിട്ടുള്ള ഈ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗർ മാർക്കറ്റ് റോഡിൽ ഇറങ്ങിയിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കടുവ കാണുന്നത്, ആ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം. When I entered the market road. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് ആരെയാണ്? നമ്മുടെ കടുവയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കടുവ എന്താക്കുക ചെയ്യുന്നത്? entered, പ്രവേശിക്കുക. എവിടേക്ക്? the market road. when I entered the market road എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റ് റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ people ran for their lives at the sight of me. people ran for their lives. എന്താണ് people ran ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. for their lives എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ജീവന് വേണ്ടിയിട്ട്. കാരണം അവരുടെ മുൻപിൽ ഇപ്പോൾ ആരാണുള്ളത്? കടുവയാണ് അല്ലേ. at the sight of me. സൈറ്റ് ഓഫ് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നിന്ന് അവരിങ്ങനെ ജീവനും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ റാൻ ഫോർ their lives at the sight of me as I passed through. പിന്നെ ഈ ഒരു കടുവ എന്താ പറയുന്നത്? ആസ് ഐ പാസ് ത്രൂ. ഞാൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷട്ടേഴ്സ് വെർ പുൾഡ് ഡൗൺ. ഇവിടെ ഷട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടകളുടെ ഷട്ടറാണ് കേട്ടോ. അത് പുൾഡ് ഡൗൺ. പുള്ളേന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ച് ഡൗൺ, താഴേട്ടേക്കിടുക. അതായത് അവിടെ കടകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പീപ്പിൾ ഹിഡ് ദംസെൽവ്സ് ഇൻ ട്രെയിൻസ്. എന്നിട്ട് ഈ ഒരു കടകളൊക്കെ അടച്ചിട്ട് അവരെന്താ ചെയ്യുന്നത്? പീപ്പിൾ ഹിഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒളിക്കുക. ദംസെൽവ്സ് അവരെ തന്നെ എവിടെയാണ് ഒളിപ്പിക്കുന്നത്? ഇൻ ഡ്രെയിൻസ്. ഡ്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്ക് ചാലൊക്കെയാണ്. ഡ്രെയിനേജ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പം ഡ്രെയിൻസ് വേറെ എവിടെയാണ്? ഓൺ ട്രീസ് ആൻഡ് ബിഹൈൻഡ് പില്ലേഴ്സ്. ട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾ, പില്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂണുകളാണ് കേട്ടോ. അപ്പം ഈ ഒരു കടുവയെ മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ എന്താ ചെയ്യുന്നത്? ഷട്ടേഴ്സ് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ പുൾ ഡൗൺ ചെയ്തു. ആൻഡ് ഹിഡ് ദംസെൽവ്സ് ഇൻ ട്രീസ് ആൻഡ് പില്ലേഴ്സ്. തൂണുകളുടെയും മരത്തിൻ്റെയും അഴുക്ക് ചാലിൻ്റെ അവിടെയായിട്ട് അവർ മറഞ്ഞിരിക്കുകയാണ്. ദ പോപ്പുലേഷൻ വാസ് മെൽറ്റിംഗ് ഔട്ട് ഓഫ് സൈറ്റ്. ഇത് പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനക്കൂട്ടത്തെയാണ് ഇവിടെ പറയുന്നത്, പരാമർശിക്കുന്നത്. വാസ് മെൽറ്റിംഗ് ഔട്ട് ഓഫ് സൈറ്റ്. മെൽറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഐസൊക്കെ മെൽറ്റ് ചെയ്യാറിയാം അല്ലേ, ഉരുകുക. അപ്പം ഇവിടെ എന്താണ് അവർ ഉരുകാൻ കാരണം? എന്താണ്? നമ്മുടെ ഈ ഒരു കടുവ ഈ മാർക്കറ്റ് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അത് കണ്ടിട്ട് ഭയചകിതരാകുക എന്നൊക്കെ മലയാളത്തിൽ പറയും. അതിൽ ഉരുകി ഒലിക്കുക. അത്രയും പേടിച്ചിട്ടാണ് അവരിങ്ങനെ റാൻ ചെയ്യുന്നത്, ഓടുന്നത്. ഓക്കെ. At the circus, I had no chance to study human beings. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കടുവ പറയാണ്. അറ്റ് ദ സർക്കസ്. അപ്പം ഈ ഒരു കടുവ എവിടെയുള്ളതാ? കാട്ടിലുള്ള കടുവയല്ല, അത് സർക്കസിലുള്ള കടുവയാണ്. അപ്പം അറ്റ് ദ സർക്കസിലായിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നു. ഐ ഹാഡ് എന്നാണ്, ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഐ ഹാഡ് നോ, ഉണ്ടായിരുന്നില്ല. എന്താണ് ഉണ്ടായിരുന്നില്ലാത്തത്? ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം. ടു സ്റ്റഡി, എന്തോ പഠിക്കാനുള്ള അവസരം. സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക എന്നാണ്. അപ്പം എന്തോ പഠിക്കാനുള്ള അവസരം ആർക്കുണ്ടായിരുന്നില്ല? നമ്മുടെ കടുവയ്ക്ക് ഉണ്ടായിരുന്നില്ല. അറ്റ് ദ സർക്കസിൽ വെച്ചിട്ട്. അപ്പം ആരെക്കുറിച്ചാണ്? എന്ത് പഠിക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ്. അപ്പം മനുഷ്യരെ കുറിച്ച് പഠിക്കാനുള്ള അവസരം നമ്മുടെ കടുവയ്ക്ക് സർക്കസിൽ നിന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് അതിപ്പം പറയുന്നത്. അപ്പം ഈ ഒരു ലൈന് മെമ്മറൈസ് ചെയ്ത് വെക്കാം. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈനാണ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ആ ഒരു ലൈൻ പറയാം. അറ്റ് ദി സർക്കസ് ഐ ഹാഡ് നോ ചാൻസ് ടു സ്റ്റഡി ഹ്യൂമൻ ബീയിങ്സ്. അപ്പം ഇതെന്താണ് മീൻ ചെയ്യുന്ന ഈ ഒരു ലൈന്? അതായത് സർക്കസിലായിരുന്ന അപ്പം ഈ ഒരു കടുവയ്ക്ക് മനുഷ്യരെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്ന ലൈൻസിൽ പറയുന്നതാണ്. ദേ ഹാഡ് സാറ്റ് ഇൻ ദെയർ സീറ്റ്സ് പീസ്ഫുള്ളി വൈൽ ഐ കവേർഡ് ബിഫോർ ക്യാപ്റ്റൻസ് വ്യൂ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ കടുവയ്ക്ക് തോന്നാൻ കാരണം? ദേ ഹാഡ് സാറ്റ് ഇൻ ദെയർ സീറ്റ് പീസ്ഫുള്ളി. ദേ ഹാഡ് സാറ്റ്.
എന്താ അവർ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അവരുടെ സീറ്റുകളിൽ. ഇൻ ദെയർ സീറ്റ്സ്. ദേ ഹാഡ് സാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇരുന്നിട്ടുണ്ടായി. ദേ എന്നിവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സർക്കസ് കാണാൻ വരുന്ന ജനങ്ങളാണ് കേട്ടോ ദേ എന്ന് പറയുന്നത്. അപ്പം അവർ ഇത് നോർമലി ജനറലൈസും കൂടെ ചെയ്തിട്ടാണ്. എങ്ങനെയാണ്? സർക്കസ് കാണാൻ വരുന്ന ജനങ്ങൾ മാത്രമല്ല, നോർമലി പുറത്തുള്ള ജനങ്ങളായാലും അപ്പം കടുവയുടെ മനസ്സിൽ എന്താണ്? ഇതേപോലെ തന്നെ ആയിരിക്കും അവരുടെ സ്വഭാവം എന്നുള്ള രീതിയിലാണ് കണക്ക് കൂട്ടുന്നത് കടുവ. അപ്പം ദേ ഹാഡ് സാറ്റ് ഇൻ ദെയർ സീറ്റ്സ് പീസ്ഫുള്ളി. അവരെങ്ങനെയായിരുന്നു സീറ്റിൽ സർക്കസ് കാണാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്? നല്ല സമാധാനത്തോടു കൂടിയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. വൈൽ ഐ കവേർഡ് ബിഫോർ ക്യാപ്റ്റൻ സ്ലീപ്പ്. അപ്പോൾ ഇവിടെ ആ ഒരു ടൈമിൽ നമ്മുടെ കടുവേൻ്റെ അവസ്ഥയാണെങ്കിലോ കവേർഡ്, ഭയപ്പെടുക, ബിഫോർ ക്യാപ്റ്റൻ സ്ലീപ്പ്. അതായത് എന്താണ്? വിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാട്ടവാർ എന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആ ഒരു ചാട്ടവാർ അടി ഏൽക്കാതിരിക്കാൻ അതിനെ ഭയപ്പെട്ടിട്ടായിരുന്നു ആ ഒരു സർക്കസിൽ നമ്മുടെ കടുവ ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമിലാണെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരെ നോക്കുന്നതാണെങ്കിൽ അവരെന്താ സമാധാനത്തോടു കൂടി ഈ ഒരു സർക്കസ് കാണാൻ വേണ്ടി അവരെ സീറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഐ ഗോട്ട് എ ടോട്ടലി റോങ് ഐഡിയ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അറ്റ് ദാറ്റ് ആംഗിൾ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ കടുവ ആലോചിക്കലാണ്, ശരിക്കും ഞാൻ വിചാരിച്ചു അവരത്രയ്ക്ക് സമാധാനപൂർവ്വമായിട്ട് ഇരിക്കുന്നവരാണ് ആ ഒരു സർക്കസിലായിരുന്നപ്പം എനിക്ക് അങ്ങനെ തോന്നിയെന്ന്. അറ്റ് ദാറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനെയാണ് കേട്ടോ ഇവിടെ റെഫർ ചെയ്യുന്നത് കടുവ. അല്ലാതെ അതൊരു പ്രത്യേക കോണിൽ പോയി ഇരുന്നിട്ട് നമ്മുടെ മനുഷ്യന്മാരെ ഇങ്ങനെ നോക്കിക്കാണുക അങ്ങനെയല്ല പറയുന്നത്. ദാറ്റ് ഈസ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഈ ഒരു കടുവ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? ഐ ഗോട്ട് ടോട്ടലി റോങ് ഐഡിയ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അതായത് അവർ ഗോട്ട് ടോട്ടലി റോങ് ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവരിങ്ങനെ സമാധാനപൂർവ്വം ഇരിക്കുന്നവരാണെന്നാണ് കടുവ ഉദ്ദേശിക്കുന്നത്. ശരിക്കും അവരങ്ങനെയല്ല. അതുകൊണ്ടാണ് ഐ ഗോട്ട് ടോട്ടലി റോങ് ഐഡിയ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് ഈ ഒരു കടുവ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ ടോട്ടലി റോങ് ഐഡിയ ആണ് കടുവയ്ക്ക് ഇപ്പം മനസ്സിലാവാൻ കാരണം? ദാറ്റ് ഈസ് I had thought that they were strong and fearless. I had thought, ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? that they were strong and fearless. strong and fearless എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ബലവാന്മാരും പേടിയില്ലാത്തവർ. ഫിയർലെസ് എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്തവർ ആയിരുന്നെന്ന് നമ്മുടെ കടുവ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ മുതൽ ഈ ഒരു ഭാഗം വരെയുള്ള ലൈൻസ് ഒന്നും കൂടെ പറഞ്ഞു തരാം. അതായത് സർക്കസിലായിരുന്നപ്പം കടുവ ഇങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ്റെ ചാട്ടവാറടി പേടിച്ചിരുന്നപ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്തായിരുന്നു? അവരൊക്കെ വളരെ സമാധാനത്തോടു കൂടിയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് കടുവ എന്താണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? അവരിങ്ങനെ തന്നെയാണ്, അവരെപ്പോഴും സ്ട്രോങ്ങും ഫിയർലെസ്സും ആണ്, അവരെപ്പോഴും ബലവാന്മാരും പേടിയില്ലാത്തവരും ആയിരുന്നെന്നാണ് കടുവ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു മാർക്കറ്റ് റോഡിലേക്ക് കടുവയ്ക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം ഞാൻ വിചാരിച്ചതിലും ശരിക്കും അപ്പുറം തന്നെ ഓപ്പോസിറ്റാണ് ശരിക്കും ഈ ഒരു മനുഷ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ. സർക്കസിലുള്ള പോലെയല്ല ഇവർ. ഞാൻ നേരിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഇവർ ശരിക്കും പേടിക്കും, അവർ ബലഹീനരുമാണ് എന്നാണ് ഈ ഒരു കടുവയ്ക്ക് പിന്നീട് കിട്ടിയ ആ ഒരു മനുഷ്യന്മാരെ കുറിച്ച് പിന്നീട് കിട്ടിയ ഒരു അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവിടെ കടുവ നേരത്തെ ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഐ ഗോട്ട് ടോട്ടലി റോങ് ഐഡിയ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അറ്റ് ദാറ്റ് ആംഗിൾ എന്ന്. അപ്പം അത് അത്രയേ ഉള്ളൂ കേട്ടോ. ബട്ട് നൗ ഐ ഫൗണ്ട് ദം റണ്ണിങ് ഫ്രം മീ ലൈക്ക് എ ഹേർഡ് ഓഫ് ഡിയർ. ബട്ട് നൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ. ഐ ഫൗണ്ട് ദം റണ്ണിങ് ഫ്രം മീ എന്താണ്? ഫൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ കണ്ടെത്തി. ദം റണ്ണിങ് ഫ്രം മീ ലൈക്ക് എ ഹേർഡ് ഓഫ് ഡിയർ. ഇപ്പം ഞാൻ കണ്ടെത്തി ശരിക്കും അവരെന്താണ്, അത്ര സ്ട്രോങ് ഒന്നല്ല, ഫിയർലെസ്. ദാറ്റ് ഈസ് അവർ പേടിയുള്ളവരാണ്. എന്നെ കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ മുന്നിലൂടെ എങ്ങനെയാണ് അവർ പോകുന്നത്? എ ഹേർഡ് ഓഫ് ഡിയർ, മാൻകൂട്ടത്തെ പോലെയാണ് അവർ ഓടി ഒളിക്കുന്നത് എന്നാണ് കടുവ പറയുന്നത്. നെക്സ്റ്റ് ലൈൻ നോക്കാം. ഓൾതോ എങ്കിലും ഐ ഹാഡ് നോ ഇൻറ്റൻഷൻ ഓഫ് അറ്റാക്കിംഗ് ദം. അല്ലെങ്കിൽ എന്നിരുന്നാലും ഐ ഹാഡ് നോ ഇൻറ്റൻഷൻ, എനിക്കൊരു തരത്തിലുള്ള ഒരു ആഗ്രഹവും ഇല്ല. ഓഫ് അറ്റാക്കിംഗ് ദം, അവരെ ആക്രമിക്കാനുള്ള ആഗ്രഹമൊന്നും എനിക്കിപ്പോൾ ഇല്ല. വെൻ ഐ പോസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ടൈലേഴ്സ് ഷോപ്പ്. ദറ്റ് ഈസ് പിന്നുള്ള ലൈനാണ്. വെൻ ഐ പോസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി
ഇൻ ഫ്രണ്ട് ഓഫ് എ ടൈലേഴ്സ് ഷോപ്പ്. ടൈലറിൻ്റെ ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, തയ്യൽ കടക്കാരൻ്റെ കട അല്ലേ, ടൈലേഴ്സ് ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട്, ഇൻ ഫ്രണ്ട്, ദാറ്റ് ഈസ് മുൻപിലായിട്ട് കുറച്ച് നേരം നിന്നു. പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നിൽക്കുക. ഹി അബാൻഡൻഡ് ഹിസ് മെഷീൻ. അബാൻഡൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ദാറ്റ് ഈസ് ഉപേക്ഷിക്കുക എന്നാണ്. ഹിസ് മെഷീൻ, ആ ഒരു തയ്യൽ മെഷീൻ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്താ പിന്നീട് ചെയ്തിട്ടുള്ളത്, ആൻഡ് ഷട്ട് ഹിംസെൽഫ് ഇൻ എ കപ്പോർഡ്, ആ ഒരു കപ്പോർഡിലേക്ക് കയറിയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു കപ്പോർഡ് എന്ന് വെച്ചാൽ അലമാര ഉണ്ടെങ്കിൽ ആ ഒരു അലമാരയിലേക്ക് അദ്ദേഹം കയറിയിരുന്ന് അതിൻ്റെ വാതിൽ ക്ലോസ് ചെയ്തിരുന്നു. എന്നിട്ട് അദ്ദേഹം അലറുക ചെയ്യുന്നത്, ദാറ്റ് ഈസ് വെയിലിംഗ്. അലറിക്കൊണ്ട് എന്താ പറയുന്നത്, അലാസ് ഐ ആം അൺഡൺ, വോണ്ട് സംവൺ ഷൂട്ട് ദ ടൈഗർ. അതായത് അലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഞാൻ ശരിക്കും അവശനായി, ഐ ആം അൺഡൺ, വോണ്ട് സംവൺ ഷൂട്ട് ദ ടൈഗർ. ആരെങ്കിലും ഒരാൾ ആ ഒരു ടൈഗറിനെ ഷൂട്ട് ചെയ്യത്തില്ലേന്നാണ് നമ്മുടെ ഈ ഒരു ടൈലർ ഇപ്പം വിളിച്ച് പറയുന്നത്, അലറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, പ്രിസണർ. പ്രിസണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിൽ പുള്ളി. ബിറ്റ്വീൻ ടു കോൺസ്റ്റബിൾസ്, രണ്ട് കോൺസ്റ്റബിൾസിൻ്റെ, ബിറ്റ്വീൻ ടു കോൺസ്റ്റബിൾ എന്ന് വെച്ചാൽ രണ്ട് കോൺസ്റ്റബിളിൻ്റെ ഇടയിൽ ഒരു പ്രിസണർ ഉണ്ടായിരുന്നു, അതായത് ജയിൽ പുള്ളി. ഗോഡ് ഹിസ് ചാൻസ് ടു എസ്കേപ്പ് വെൻ ദ കോൺസ്റ്റബിൾസ് ഫ്ലഡ്. അതായത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു വഴിയായിരിക്കും ഈ ഒരു പ്രിസണറിനെ, രണ്ട് കോൺസ്റ്റബിൾസ്. അപ്പോൾ അവർക്ക് എന്ത് കിട്ടി, ആ ഒരു പ്രിസണറിന് ഗോഡ് ഹിസ് ചാൻസ് ചെയ്യുന്ന അവസരം കിട്ടി. എന്ത്, ടു എസ്കേപ്പ്, രക്ഷപ്പെടാനുള്ള അവസരം കിട്ടി. വെൻ ദ കോൺസ്റ്റബിൾ ഫ്ലഡ്, എപ്പോഴാണ് ഈ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്, ആ രണ്ട് കോൺസ്റ്റബിളും കൂടെ ഓടിപ്പോയപ്പോൾ, ഫ്ലഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി മറന്നപ്പോൾ, ആ ഒരു ടൈമിൽ നമ്മുടെ ജയിൽ പുള്ളിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം കിട്ടി. ഇതിനും കാരണക്കാരൻ ആരാണ്, നമ്മുടെ കടുവയാണല്ലേ. അതിനെ കണ്ടപ്പോൾ പേടിച്ചോടിയതാണ് രണ്ട് കോൺസ്റ്റബിൾസ്. അബാൻഡനിങ് ഹിം വിത്ത് ഹിസ് ഹാൻഡ് കഫ്സ്. അബാൻഡനിങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, ഉപേക്ഷിക്കുക എന്നൊക്കെ. അപ്പോൾ അബാൻഡനിങ് ഹിം, ആരെയാണ് ഇവിടെ ഉപേക്ഷിച്ചത്, കോൺസ്റ്റബിൾസ്. ആ ഒരു പ്രിസണറെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട്, കൂടാതെ അവൻ്റെ കയ്യിൽ ഹാൻഡ് കഫ്സും കൂടെ ഉണ്ടായിരുന്നു. ഹാൻഡ് കഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലങ്ങുകൾ. വിത്ത് ഹിസ് ഹാൻഡ് കഫ്സ് ആണ്. അതായത് ഈ ഒരു ജയിൽ പുള്ളിയെ അവൻ്റെ വിലങ്ങുകളോടുകൂടെ തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് രണ്ട് കോൺസ്റ്റബിൾസും കൂടെ മുങ്ങി. ഐ ടോർ എ ഹോഴ്സ് ഫ്രം ഇറ്റ്സ് ജുട്ക. ഐ ടോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർപെടുത്തുക അല്ലെങ്കിൽ നിൽക്കുക, അങ്ങനെ. ആ ടോർ എ ഹോഴ്സ് ഫ്രം ഇറ്റ്സ് ജുട്ക, അതായത് ഒരു കുതിരയെ, ഹോഴ്സ് എന്ന് വെച്ചാൽ കുതിര, അതിനെ അതിൻ്റെ ജുട്കയിൽ നിന്ന്, വണ്ടിയിൽ നിന്ന്, കുതിരവണ്ടി, അതിൽ നിന്നും വേർപെടുത്തി. ആൻഡ് എൻജോയ്ഡ് ദി സൈറ്റ് ഓഫ് ദി പാസഞ്ചേഴ്സ് സ്പില്ലിംഗ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് റണ്ണിങ് ഫോർ ദെയർ ലൈവ്സ്. അതായത് ഇവിടെ നമ്മുടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, കടുവയ്ക്ക് എൻജോയ്മെൻറ്റ്, ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. ദി സൈറ്റ് ഓഫ് ദി പാസഞ്ചേഴ്സ് സ്പില്ലിംഗ് ഔട്ട് ഓഫ് ഇറ്റ്, അതായത് സ്പില്ലിങ് ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പുറത്ത് ചാടുന്നത്, അതിൽ നിന്ന് പെട്ടെന്ന് പാസഞ്ചേഴ്സ്, യാത്രക്കാർ ഇങ്ങനെ ആ ഒരു കുതിരവണ്ടിയിൽ നിന്ന്, ഇത് രണ്ടും മുറിഞ്ഞല്ലോ, അപ്പോൾ അതിൽ നിന്ന് സ്പില്ല് ചെയ്യുന്നതാണ്. അത് കണ്ടപ്പോൾ നമ്മുടെ കടുവയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് റണ്ണിങ് ഫോർ ദെയർ ലൈഫ്സ്, അവരെന്താണ് ആ ഒരു കുതിരവണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും രക്ഷാർത്ഥം ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈൻ നോക്കാം. ഷിയർ ഹോപ്പ്ലെസ്നെസ് സീംസ് ടു ഹാവ് സീസ്ഡ് ദി ടൗൺസ് പീപ്പിൾ. ഷിയർ ഹോപ്പ്ലെസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഉള്ള നിരാശ, അത്രയ്ക്കും കൂടിയ ഒരു നിരാശ. സീംസ് ടു ഹാവ് സീസ്ഡ് ദി ടൗൺസ് പീപ്പിൾ, അത്രയ്ക്കും എന്താണ് ആ ഒരു നിരാശയാണല്ലോ ഈ ഒരു ടൈഗർ ഇങ്ങനെ വന്ന് അതെല്ലാം കൂടെ പിരിമുറുക്കത്തിലാക്കി നമ്മുടെ ഈ ഒരു ടൗണിലുള്ള ജനങ്ങളെ. ദ വിഡ്രൂ ഇൻ ടു ദെയർ ഹോംസ്. വിഡ്രൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പിൻവലിയുക. ദ വിഡ്രൂ ഇൻ ടു ദെയർ ഹോംസ്, എങ്ങോട്ടേക്കാണ് പിൻവലിഞ്ഞിട്ടുള്ളത്, അവരുടെ വീട്ടുകളിലേക്ക് തന്നെ പിൻവലിഞ്ഞു, അതായത് വീടുകളിലേക്ക് പെട്ടെന്ന് പോയി. ആൻഡ് ഈവൻ ദർ റിമൈൻഡ് നെർവസ്. തീർച്ചയായും ഇങ്ങനെ ഒരു കടുവ ഇറങ്ങിയ സിറ്റുവേഷനിൽ ആരും തന്നെ ഹാപ്പി ആയിരിക്കില്ല, ചിലർ ഒഴിച്ചിട്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ശരിക്കും അവർ നെർവസ് ആയിരുന്നു, വല്ലാതെ ആ ഒരു പീപ്പിൾസ്. അപ്പോൾ അവരുടെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും അവർ അത്രയ്ക്കും റിമൈൻഡ് നെർവസ് സിറ്റുവേഷനിലായിരുന്നു.
ഓൾ ഡോർസ് ആൻഡ് വിൻഡോസ് എവ്രിവെയർ വർ ഷട്ട്. അതായത് പിന്നെ അവർ വീട്ടിലെത്തിയപ്പോൾ എന്താ ചെയ്യുന്നത്? ഡോറും വിൻഡോസും ഒക്കെ എവ്രിവെയർ, എല്ലായിടത്തുള്ള ഡോറും വിൻഡോ ഒക്കെ ഷട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. ബോൾട്ടഡ് ആൻഡ് സീൽഡ്. ഇപ്പം ബോൾട്ടഡ് ആൻഡ് സീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് ഈവൻ ബോൾട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നത്. അത് നമ്മൾ പേടിച്ചു കൊണ്ടാണ്, നമ്മൾ ആഫ്റ്റർ റിസൾട്ട് ഒരു പേടി നമുക്ക് ഉള്ളിലുള്ളതിനെ കൊണ്ട് നമ്മളത് ആ കാര്യം ഒരു ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ബോൾട്ടഡ് ആൻഡ് സീൽഡ്. അപ്പോൾ ഈ ഒരു ലൈൻ, ഈ ബോൾട്ടഡ് ആൻഡ് സീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ ഡോർസും വിൻഡോസും ഒക്കെ ക്ലോസ് ചെയ്തിട്ട് കുറ്റിയിട്ടു. ദാറ്റ് മീൻസ് some even thought that I was some extraordinary creature who might pass through the walls and lie in wait on the roof or in the basement. അപ്പം ഒരു ടൈഗർ ഇവിടെ ഒരു കാഴ്ചപ്പാട് പറയുന്നതാണ്, മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. സം ഈവൻ തോട്ട്, ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് അതിൽ, ദാറ്റ് ഐ വാസ് സം എക്സ്ട്രാ ഓർഡിനറി ക്രീച്ചർ. എക്സ്ട്രാ ഓർഡിനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധാരണമായിട്ടുള്ള, വാസ് സം എക്സ്ട്രാ ഓർഡിനറി, ഒരു അസാധാരണമായിട്ടുള്ള ക്രീച്ചർ, ജീവിയാണെന്നാണ് ചിലരെങ്കിലും അതിൽ ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ അവർ, അല്ലെങ്കിൽ അതിനുള്ള റീസൺ എന്താ പറയുന്നത്? ഹൂ മൈറ്റ് പാസ് ത്രൂ ദി വോൾസ് ആൻഡ് ലൈ ഇൻ വെയിറ്റ് ഓൺ ദി റൂഫ് ഓർ ഇൻ ദി ബേസ്മെൻറ്റ്. ഇതെന്താ അവരങ്ങനെ ചിന്തിക്കാൻ കാരണം, ഈ ഒരു ക്രീച്ചർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ഒരു കടുവ എങ്ങോട്ട് പാസ് ചെയ്യും? മൈറ്റ് പാസ് ത്രൂ ദി വോൾസ്, എന്താണ് മതിലുകൾക്ക് മുകളിലൂടെ പാസ് ചെയ്യുകയും ആൻഡ് ലൈൻ വെയിറ്റ് ഓൺ ദി റൂഫ് ഓർ ഇൻ ദി ബേസ്മെൻറ്റ്, അതായത് താഴെയിലോ അല്ലെങ്കിൽ നമ്മുടെ മേൽക്കൂരയിലായിട്ടോ ഇത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, കാത്തിരിക്കുന്നു. അപ്പോൾ അത് അവരുടെ ഉള്ളിലുള്ള ഭയമാണ് അടിച്ചേൽപ്പിക്കുന്നത് അല്ലേ? ഈ ഒരു കടുവ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ എത്തിപ്പെടാന്നുള്ള ഒരു ഭയം അവർക്കുള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത്രയും അസാധാരണമായിട്ടുള്ളൊരു ക്രീച്ചറാണ് പറയുന്നത്. എന്നിരുന്നാലും ഈ ഒരു ടൈഗർ ബാക്കി പറയുന്നത് നോക്കിക്കോ. വൈ ഷുഡ് ആൻ ഓർഡിനറി സിമ്പിൾ ടൈഗർ ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ ദം either to destroy or to safeguard. അപ്പം ഇത്രയും ഓർഡിനറി ആയിട്ടുള്ള, സാധാരണ ആയിട്ടുള്ള, ലളിതമായിട്ടുള്ള ഈ ഒരു ടൈഗറിന്, നിസ്സാരവുമായിട്ടുള്ള ഈ ഒരു എനിക്ക് എന്നാണ് ആ ഒരു ടൈഗർ പറയുന്നത്. അപ്പം ഇത്രയും സാധാരണക്കാരനായ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ, ആഗ്രഹമുണ്ടോ, ഒന്നെങ്കിൽ അവരെ രക്ഷിക്കാനോ സേഫ് ഗാർഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ, ആക്രമിക്കാനുള്ളൊരു ത്വര ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത്രക്കും സാധാരണ മൃഗമാണെന്നുള്ള രീതിയിലാണ് കടുവ പറയുന്നത്, ആ ഒരു തോട്ടിനെ ഒപ്പോസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. I rested for a moment at the door of a restaurant. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വേറെ സ്ഥലത്തേക്ക് നോക്കുമ്പം I rested for a moment at the door of a restaurant. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഡോറുമേൽ ആരാണ് കിടക്കുന്നത്? നമ്മുടെ ഈ ഒരു കടുവ പോയിട്ട് റെസ്റ്റ് ചെയ്യാണ്. The coffee drinkers and tiffin eaters sat still at their tables. അവിടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കോഫി ഡ്രിങ്കേഴ്സ്, ചായ കുടിക്കാൻ വന്നിരുന്നവരുണ്ട്. ടിഫിൻ ഈറ്റേഴ്സ് ഉണ്ടായിരുന്നു, അതായത് ഉച്ചഭക്ഷണം ലഞ്ച് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അവരൊക്കെ അവരുടെ ടേബിൾ തന്നെ ഇരിക്കുകയാണ്. ദാറ്റ് ഈസ് സാറ്റ് സ്റ്റിൽ അറ്റ് ദെയർ ടേബിൾസ്. ഇപ്പോഴും അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അറ്ററിങ് ലോ മോൺസ് ഓൺ സീയിങ് മീ. അറ്ററിങ് ലോ മോൺസ്, അത്രയ്ക്കും ചെറിയ പതിഞ്ഞ ശബ്ദത്തിൽ അവരിങ്ങനെ അങ്ങനെ അവർ പറയാണ്, സംസാരിക്കുകയാണ്. പതർച്ച ഉണ്ടാവും അവരുടെ ആ ഒരു സ്വരത്തിൽ. എന്താണ്, കടുവയാണല്ലോ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ഇരിക്കുന്നത്, പക്ഷെ ആരും ഒരു ധൈര്യം കാണിക്കുന്നില്ല അവരിയ്ക്കുന്ന ടേബിളിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവർ അവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ പതുക്കെ അവർ വിലപിക്കുകയാണ് ചെയ്യുന്നത്. I wanted to assure them, don't fear, I'm not out to trouble you. അപ്പോൾ എന്താണ് ഈ ഒരു കടുവയ്ക്ക് അവരോട് പറയണമെന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് I want to assure them. ആ ഒരു കടുവ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പറയുന്നത് നോക്കാം. ഡോണ്ട് ഫിയർ, പേടിക്കരുത്. ഐ എം നോട്ട് ഔട്ട് ടു ട്രബിൾ യു. ഞാൻ ഒരിക്കലും നിങ്ങളെ ട്രബിളിലാക്കൂല, അല്ലേ, ആക്രമിക്കൂല എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കാൻ ഈ ഒരു കടുവയ്ക്ക് ആ ഒരു ടൈമിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈറ്റ് യുവർ ടിഫിൻ പീസ്, അതായത് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം കഴിക്കൂ, സമാധാനത്തോടു കൂടെ തന്നെ അത് കഴിക്കൂ. ഡോണ്ട് മൈൻഡ് മീ, എന്നെ ആരും ശ്രദ്ധിക്കണ്ട എന്നാണ് ഈ ഒരു കടുവ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കൂ. യു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കടുവ ഉണ്ടല്ലോ, നെക്സ്റ്റ് ഒരാളെ അതിൻ്റെ അടുത്ത് തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ. ആ ഒരാളെ ചൂണ്ടിയല്ല, അയാളെ നോക്കിക്കൊണ്ട് പറയാണ് നിങ്ങൾ. യു നിയറസ്റ്റ് ടു മീ, എൻ്റെ അടുത്തായി നിൽക്കുന്ന നിങ്ങളെയാണ് ഞാനിനിപ്പോൾ പറയാൻ പോകുന്നത്. ഹഗിങ് ദി
ക്യാഷ് ബോക്സ്. എന്താണ് ഇത്? ക്യാഷ് ബോക്സ് ഹഗ് ചെയ്യുന്നുണ്ട്. യു ആർ എ കവേർഡ്. അപ്പോൾ എന്താണ്? നിങ്ങളൊരു കവേർഡാണ്. കവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീരു എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അഫ്രെയ്ഡ് ആൻഡ് അഫ്രെയ്ഡ് ഈവൻ ടു ബ്രീത്ത്. അഫ്രെയ്ഡ് ഈവൻ ടു ബ്രീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കാണ്, ഒന്ന് നിശ്വസിക്കാൻ പോലും ഈ ഒരു ആ മനുഷ്യൻ ക്യാഷ് ബോക്സ് ഹഗ് ചെയ്തിരിക്കുന്ന ആ ഒരു മനുഷ്യൻ പേടിക്കാണ് ചെയ്യുന്നത്. ഗോ ഓൺ കൗണ്ട് ദി ക്യാഷ്. എന്നിട്ട് അവരോടായിട്ട് ഈ ഒരു കടുവ പറയാണ്, ഗോ ഓൺ, പൊയ്ക്കോളൂ, കൗണ്ട് ദ ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തിക്കോളൂ. ഇഫ് ദാറ്റ്സ് വാട്ട് യു വോണ്ട്. അതല്ലേ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതായത് ആ ഒരു ക്യാഷ് ബോക്സും പിടിച്ചിട്ടായിരുന്നു അയാൾ ഉണ്ടായിരുന്നത് ഈ ഒരു കടുവേൻ്റെ അടുത്തായിട്ട് തന്നെ. അപ്പോൾ അയാളോടായിട്ടാണ് ഈ ഇത്രയും ലൈൻസ് നമ്മുടെ കടുവ പറയുന്നത് കേട്ടോ. പോയിട്ട് ആ ഒരു ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തിക്കോളൂ. നിങ്ങൾ ശരിക്കൊരു ഭീരുവാണ്, കാരണം ഒന്ന് ശ്വാസം എടുക്കാൻ പോലും നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വേഗം പോയിട്ട് ആ ഒരു പണി ചെയ്തോളൂ എന്ന്. ഐ ജസ്റ്റ് വാണ്ട് ടു വാച്ച്, ദാറ്റ്സ് ഓൾ. പിന്നെ എന്താണ് ഈ ഒരു കടുവ പറയുന്നത്? ഐ ജസ്റ്റ് വാണ്ട് ടു വാച്ച്. എനിക്കിതൊക്കെ കാണണമെന്നുണ്ടായിരുന്നുള്ളൂ. ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ഇഫ് മൈ ടെയിൽസ് ട്രെയിൽസ് ഡൗൺ ടു ദി സ്ട്രീറ്റ്. ഇഫ് മൈ ടെയിൽ, അതായത് എൻ്റെ വാല് ട്രെയിൽസ് ഡൗൺ ടു ദ സ്ട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രീറ്റിലേക്കായിട്ട് താഴ്ന്ന് കിടക്കുന്നതാണെങ്കിൽ, ഇഫ് ഐ എം ബ്ലോക്കിംഗ് യുവർ ത്രെഷോൾഡ്. ത്രെഷോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽപ്പടി എന്നാണ് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ഒരു വാതിൽപ്പടി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഐ എം 11 feet ടിപ്പ് ടു ടെയിൽ. അതിന് കാരണം എന്താ? ഞാൻ എൻ്റെ വാലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 11 feet ആണ്. മുകളിൽ മുതൽ താഴേറ്റം വരെ അത് 11 feet ഉണ്ട്, അത്രയും വലുപ്പമുണ്ടെന്ന്. അപ്പോൾ ഇവിടെ എന്താണ് കടുവ ചൂണ്ടിക്കാണിക്കുന്നത്? അത് അത്രയും വലിയൊരു ജീവിയാണ്, ക്രീച്ചർ എന്നാണ് അത് സ്വയം തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും വിധം സംസാരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ക്യാൻ ഹെൽപ്പ് ഇറ്റ്, ഐ എം നോട്ട് ഔട്ട് ടു കില്ല്. എനിക്ക് സഹായിക്കാൻ കഴിയില്ല. ദാറ്റ് ഈസ് ക്യാൻ ഹെൽപ്പ് ഇറ്റ്, ഐ എം നോട്ട് ഔട്ട് ടു കില്ല്. എന്നാൽ ഞാൻ നിങ്ങളെ കൊല്ലത്തുമില്ല. ഐ എം ടു ഫുൾ. ഐ എം ടു ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് അവന് ഇപ്പം ഫുള്ളാണ്, അതായത് അവന് ഭക്ഷണമൊന്നും വേണ്ട, അവന് വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഈ ഒരു ഐ ആം ടു ഫുള്ള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഫൗണ്ട് എ ഗ്രീൻ പാസ്ചർ ഫുൾ ഓഫ് ഫുഡ് ഓൺ മൈ വേ. അതിന് കാരണം എന്താണെന്നാണ് ഈ നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്. ഐ ഫൗണ്ട് എ ഗ്രീൻ പാസ്ചർ. ഞാൻ ഒരു പച്ച മേച്ചിൽപ്പുറം, പാസ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേച്ചിൽപ്പുറമാണ് കേട്ടോ. ഫുൾ ഓഫ് ഫുഡ്. ആ ഒരു മേച്ചിൽപ്പുറത്ത് എന്തുണ്ടായിരുന്നു? ഫുൾ ഓഫ് ഫുഡ്, കുറേ ഭക്ഷണം ഉണ്ടായിരുന്നു. ഞാൻ ഓൺ മൈ വേ. ഒന്നും കൂടെ നമുക്കത് പറയാം ആ ഒരു ലൈൻസ്. ഞാൻ വരുന്ന വഴിയിൽ നല്ല കുറേ ഫുഡ്സ് ഉണ്ടായിരുന്നു. അതെവിടെയാണ് ഉണ്ടായിരുന്നത്? ഒരു ഗ്രീൻ പാസ്ചറിൽ, പച്ച മേച്ചിൽപ്പുറത്തായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഞാൻ ഒരുപാട് കഴിച്ചു. അതുകൊണ്ട് ഞാനിപ്പം ടു ഫുള്ളാണ്, എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് ഹംഗ്രി ഇല്ല, ഞാനിപ്പം ഫുള്ളാണ്. ഐ വോണ്ട് നീഡ് എനി ഫുഡ് ഫോർ സെവറൽ ഡേയ്സ് ടു കം. അതും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്, ഐ വോണ്ട് നീഡ് എനി ഫുഡ്. എനിക്കിനി കുറച്ച് കാലത്തേക്ക്, സെവറൽ ഡേയ്സ് ടു കം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഇനി ഒരു ഫുഡും വേണമെന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കടുവ പറഞ്ഞിട്ടുണ്ടായത് ഐ എം നോട്ട് ഔട്ട് ടു കിൽ എന്ന്. അതുകൊണ്ട് എനിക്ക് ഒരാളെ ആക്രമിക്കേണ്ട അവസ്ഥ വരുന്നില്ല, ഞാനിപ്പം ഫുള്ളായിട്ട് ഹംഗ്രി ഒന്നുമില്ല, ഞാൻ നല്ല രീതിയിൽ വയറൊക്കെ ഫുള്ളായി ഇരിക്കുകയാണെന്ന്. ഐ വോണ്ട് അറ്റാക്ക് അൻറ്റിൽ ഐ ഫീൽ ഹംഗ്രി അഗെയിൻ. ഐ വോണ്ട് അറ്റാക്ക്, ഞാൻ ഒരിക്കലും ആക്രമിക്കില്ല. അൻറ്റിൽ ഐ ഫീൽ ഹംഗ്രി അഗെയിൻ, വീണ്ടും എന്നാണ് എഗെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹംഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വിശക്കുക. ഫീൽ, അനുഭവിക്കുക. ആൻഡ് അൻറ്റിൽ ഐ ഫീൽ ഹംഗ്രി അഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് എനിക്ക് വീണ്ടും വിശക്കുമ്പോൾ അല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളെ ആക്രമിക്കില്ല എന്നാണ് ഈ ഒരു ലൈന്. ഐ വോണ്ട് അറ്റാക്ക് അൻറ്റിൽ ഐ ഫീൽ ഹംഗ്രി അഗെയിൻ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ലൈൻ്റെ മീനിങ് വരുന്നത്. Tigers attacks only when they feel hungry, unlike human beings who kill one another without purpose or hunger. ഇപ്പം കടുവ ഇപ്പം പറയാണ് ഒരു ആത്മകഥം പോലെ, ടൈഗേഴ്സ് അറ്റാക്ക് ഓൺലി വെൻ ദേ ഫീൽ ഹംഗ്രി.
അപ്പം ഈ ഒരു കടുവകൾ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുന്നത്? അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആക്രമിക്കുക. അപ്പോൾ അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശക്കുമ്പോൾ മാത്രം. ദേ ഫീൽ ഹംഗ്രി അല്ലേ, അവർക്ക് വിശക്കുമ്പോൾ മാത്രമേ ടൈഗേഴ്സ് അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. അൺലൈക്ക് ഹ്യൂമൻ ബീങ്സ് ഹു കിൽ വൺ അനദർ വിത്തൗട്ട് പേർപ്പസ് ഓർ ഹങ്കർ. മനുഷ്യരെ കുറിച്ച് ചോദിക്കുന്നതാണെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ഹു കിൽ വൺ അനദർ, അവരാരെ കൊല്ലുന്നോ മറ്റൊരാളെ കൊല്ലും, വിത്തൗട്ട് പർപ്പസ്, ഒരു ഉദ്ദേശവും കൂടാതെ തന്നെ മറ്റുള്ളവരെ കൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ വിശന്നിട്ടല്ലാഞ്ഞിട്ട് കൂടെ മറ്റുള്ളവരെ കൊന്നു തീർക്കുന്നവരാണ് ആര്? നമ്മുടെ മനുഷ്യന്മാരെന്ന് ഈ ഒരു കടുവ പറഞ്ഞു വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കാം. ടു ദി ഗ്രേറ്റ് ഡിലൈറ്റ് ഓഫ് ചിൽഡ്രൻ സ്കൂൾ വർ ബീങ് ഹറിഡ്ലി ക്ലോസ്ഡ്. അപ്പോൾ ഇവിടെ എന്താണ് നെക്സ്റ്റ് പറയാണ്? ടു ഗ്രേറ്റ് ഡിലൈറ്റ് ഓഫ് ചിൽഡ്രൻ, ഇവിടെ കുട്ടികൾ വലിയ സന്തോഷവാന്മാരാണ്. സ്കൂൾസ് വർ ബീങ് ഹറിഡ്ലി ക്ലോസ്ഡ്. എന്താണ് ഹറിഡ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സ്കൂൾസൊക്കെ ഇപ്പം പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സന്തോഷവാന്മാരാണ് ആ കുട്ടികൾ. ചിൽഡ്രൻ ഓഫ് ഓൾ ഏജസ് ആൻഡ് സൈസസ് വർ റണ്ണിങ് ഹെൽറ്റർ സ്കെൽറ്റർ. എന്താണ് നെക്സ്റ്റ് പറയുന്നത് കടുവ? ചിൽഡ്രൻ ഓഫ് ഓൾ ഏജസ്. ഓൾ ഏജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വയസ്സിലുള്ള, ഏജ് എന്ന് വെച്ചാൽ വയസ്സാണല്ലോ, അപ്പോൾ ഓൾ ഏജ് എന്ന് വെച്ചാൽ എല്ലാ വയസ്സിലുള്ള അല്ലെങ്കിൽ പല വയസ്സിലുള്ള കുട്ടികൾ. ആൻഡ് സൈസസ്, പല വയസ്സിലും വലുപ്പത്തിലും. സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുപ്പം എന്നാണല്ലോ. പല സൈസിലും വലുപ്പത്തിലുള്ള കുട്ടികൾ വർ റണ്ണിങ് ഹെൽറ്റർ സ്കെൽറ്റർ. ഇവിടെ ഒരു ഹെൽറ്റർ സ്കെൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഹറീഡ് ആൻഡ് ഡിസോർഗനൈസ്ഡ്. പെട്ടെന്ന് ഒരു ക്വിക്ക്ലി ആയിട്ടുള്ള എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ഒന്ന് ഹാപ്പൺ ചെയ്യുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ ഹെൽറ്റർ സ്കെൽറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, കുട്ടികൾ ബെല്ലടിച്ചു, സ്കൂള് ക്ലോസ് ചെയ്തു, ഒരു പെട്ടെന്ന് തന്നെ ഹെൽറ്റർ സ്കെൽറ്റർ ചിന്നിച്ചിതറി പോവാന്നൊക്കെ പറയില്ലേ, പായാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടുകയാണ് ചെയ്യുന്നത്. റണ്ണിങ് ഹെൽറ്റർ സ്കെൽറ്റർ. സ്ക്രീമിങ് ജോയസ്ലി, സ്ക്രീം ചെയ്യുന്നുണ്ട് അല്ലേ, അലറുന്നുണ്ട്. സ്ക്രീം ചെയ്യാന്ന് വെച്ചാൽ അലറുക. എങ്ങനെയാണ് അലറുന്നത്? ജോയസ്ലി. പക്ഷെ അവരുടെ അലർച്ച ശരിക്കും നിരാശപൂർവമായിട്ടുള്ളതല്ല, അവരത്രയ്ക്കും ഹാപ്പി ആയിട്ട് എന്താണ് അലറിക്കൊണ്ടിരിക്കുകയാണ്. നോ സ്കൂൾ, നോ സ്കൂൾ, ടൈഗർ ടൈഗർ. അതായത് സ്കൂളില്ല ടൈഗറാണ്, ടൈഗർ ഉണ്ടെന്ന്, കടുവ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. സ്കൂളില്ല ടൈഗർ അങ്ങനെ. They were shouting and laughing and even enjoyed being scared. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? They were shouting. അവരിങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് laughing, ചിരിക്കുന്നുണ്ട്. ആൻഡ് even enjoyed being scared. ഇന്നലെ വിളിക്കാൻ, എൻ്റെ അനിയത്തിനെ വിളിക്കാൻ ചോദിച്ചിട്ട് ഒന്നുമില്ല. ബീങ് സ്കെയർഡ്, അവരെന്താണ് സ്കെയർ ചെയ്യുമ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ തന്നെ ആ ഒരു പ്രായത്തിൽ അത്രയ്ക്കും നല്ല സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പം അതാണ് ഇവിടെ എൻജോയ്ഡ് ബീങ് സ്കെയർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐ ഫോളോഡ് ദം ത്രൂ ദെയർ സ്കൂൾ ഗേറ്റ് വൈൽ ദേ റാൻ അപ്പ് ആൻഡ് ഷട്ട് ദംസെൽവ്സ് ഇൻ ദ സ്കൂൾ ഹാൾ. അപ്പോൾ എന്താണ്, അതിനെ തുടർന്ന് ഈ ഒരു കടുവ അവരെ ഫോളോഡ് ദം ത്രൂ ദ സ്കൂൾ ഗേറ്റ്. എവിടെ വരെ? അവരുടെ സ്കൂൾ ഗേറ്റ് വരെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയി. വൈൽ ദേ റാൻ അപ്പ്, അവരെന്താ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഷട്ട് ദംസെൽവ്സ് ഇൻ ദ സ്കൂൾ ഹാൾ. അതായത് ഇവരെല്ലാവരും കൂടി ഓടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു സ്കൂൾ ഹാളിൽ എല്ലാവരും കയറി ഇരുന്നിട്ട് അത് ക്ലോസ് ചെയ്തു ഡോറ്. ഐ ക്ലൈംബ്ഡ് അറ്റ് ദി സ്റ്റെപ്സ് ഓഫ് ദി സ്കൂൾ. ക്ലൈംബ് ചെയ്യാന്ന് വെച്ചാൽ കയറിക്കൊണ്ടിരിക്കുക. അറ്റ് ദ സ്റ്റെപ്സ് ഓഫ് ദി സ്കൂൾ. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ സ്റ്റെപ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടുവ. സോ ആൻ ഓപ്പൺ ഡോർ അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ദി വരാന്ത ആൻഡ് വാക്ക്ഡ് ഇൻ. അപ്പോഴാണ് കാണുന്നത്. സോ ആൻ ഓപ്പൺ ഡോർ അറ്റ് ദി ഫാർ എൻഡ്, അതായത് ഒരു തുറന്നിട്ടിരിക്കുന്ന വാതിൽ. എവിടെയാണ് കാണുന്നത്? അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ദി വരാന്ത. ആ ഒരു വരാന്തയുടെ ഏറ്റവും അപ്പുറത്തുള്ള അറ്റത്തായിട്ട് ഒരു ഓപ്പൺ ഡോർ കാണാണ്. അപ്പോൾ അവിടേക്ക് ആൻഡ് വാക്ക്ഡ് ഇൻ, അങ്ങോട്ടേക്കായിട്ട് ഈ ഒരു കടുവ നടന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഹാപ്പൻ ടു ബി ദി ഹെഡ് മാസ്റ്റേഴ്സ് റൂം. അപ്പം എന്താണ് ഇറ്റ് ഹാപ്പൻ ടു ബി ദ ഹെഡ് മാസ്റ്റേഴ്സ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെഡ് മാസ്റ്ററിൻ്റെ റൂമായിരുന്നു.
I noticed a very dignified man jumping on his table and heaving himself up into an attic. അപ്പോഴാണ് കടുവ നോട്ടീസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. എ വെരി ഡിഗ്നിഫൈഡ് മാൻ. എ വെരി ഡിഗ്നിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ല മാന്യനായിട്ടുള്ളൊരു മനുഷ്യൻ. ജമ്പിങ് ഓൺ ഹിസ് ടേബിൾ. ജമ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി അദ്ദേഹത്തിൻ്റെ ടേബിളിൻ്റെ മുകളിലായിട്ട് ഇരിക്കുന്നു. ആൻഡ് ഹീവിങ് ഹിംസെൽഫ് അപ്പ് ഇൻ ടു ആൻ ആറ്റിക്. ആറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലെ തട്ടുണ്ടല്ലോ, ആ ഒരു മുകൾ തട്ടിനെയാണ് ആറ്റിക് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ആറ്റിക്കിലേക്ക് അദ്ദേഹം ഇങ്ങനെ കയറാണ്. ഹീവ് ചെയ്യാന്ന് വെച്ചാൽ ഉയർന്നു പൊങ്ങിക്കൊണ്ട് അദ്ദേഹം തന്നെ ആ ഒരു നമ്മുടെ തട്ടിൻപുറം, ആറ്റിക്കിൻ്റെ ആ ഒരു മുകൾ തട്ടെന്ന് വെച്ചാൽ തട്ടിൻപുറത്തേക്കായിട്ട് ഇങ്ങനെ കയറുകയാണ് ചെയ്യുന്നത്. ഐ വോക്ക്ഡ് ഇൻ ആൻഡ് ഫ്ലങ് മൈ സെൽഫ് ഓൺ ദ കൂൾ ഫ്ലോർ. ഇപ്പം എന്താണ് ഇത് കണ്ടിട്ട് ബാക്കി നമ്മുടെ കടുവ വോക്ക് ചെയ്യുന്നതാണ്. അത് കണ്ടുകൊണ്ട് തന്നെ നടന്നുകൊണ്ട് ആൻഡ് ഫ്ലങ് മൈ സെൽഫ് ഓൺ ദ കൂൾ ഫ്ലോർ. അതൊന്ന് നന്നായിട്ട് ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, നല്ല തണുത്തൊരു ഫ്ലോറാണ്. അപ്പം ആ ഒരു ഫ്ലോറിലൂടെ ഫ്ലങ് ചെയ്യാണ്, ഒന്ന് നന്നായിട്ട് ആസ്വദിക്കണം. അതായത് ചുഴറ്റി വീശുക അങ്ങനെയൊക്കെയാണ് ഫ്ലങ്ങിൻ്റെ അർത്ഥം വരുന്നത്. അല്ലെങ്കിൽ അപ്പോൾ അവിടെയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹാവിങ് എ സ്പെഷ്യൽ ലൈക്കിംഗ് ഫോർ കൂൾ സ്റ്റോൺ ഫ്ലോസ്. ഇവിടെ എന്താണ് കാണിക്കുന്നത്? കടുവയ്ക്ക് ഒരു സ്പെഷ്യൽ ലൈക്ക് ഉണ്ട് അല്ലേ, നല്ല ഇഷ്ടമാണ് ഈ ഒരു കൂൾ സ്റ്റോൺസ് ഫ്ലോസിനെ. അത്രയും നല്ല തണുത്ത ആ ഒരു സ്ഥലം, തണുത്ത ആ ഒരു നിലത്തെ നന്നായിട്ട് ഈ ഒരു കടുവ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വിത്ത് മൈ ഹെഡ് അണ്ടർ ദ ലാർജ് ഡെസ്ക്. എന്നിട്ട് ആ ഒരു ലാർജ് ഡെസ്കിൻ്റെ വലിയൊരു മേശ ഉണ്ടായിരുന്നല്ലോ അവിടെ, അതിൻ്റെ അടിയിലായിട്ട് പോയിട്ട് ഈ ഒരു കടുവ കിടക്കുകയാണ്. ഐ വാസ് ഇൻ നോ മൂഡ് ടു ബോദർ അബൌട്ട് എനിത്തിങ്. അപ്പോൾ ഈ ഒരു കടുവയുടെ മൂഡ് എന്താണ്? അതിന് മറ്റുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ചിട്ട് ബോദർ നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾ ഐ വാണ്ടഡ് വാസ് എ ലിറ്റിൽ മൊമെൻ്റ് ഓഫ് സ്ലീപ്പ്. ഇപ്പം ശരിക്കും ആ കടുവയ്ക്ക് എന്താണ് വേണ്ടത്? ലിറ്റിൽ മൊമെൻ്റ് ഓഫ് സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്കുള്ള ഉറക്കമാണ് അതിനിപ്പം പ്രധാനം. വൈൽ ഐ സ്ലെപ്റ്റ്, അതങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഐ ഹാഡ് ബീൻ പ്രോപ്പർലി ലോക്ക്ഡ് അപ്പ് ആൻഡ് വാസ് ബീങ് വാഷ്ഡ്. അപ്പോൾ അതിന് മനസ്സിലാവാണ് ഐ ഹാഡ് ബീൻ പ്രോപ്പർലി ലോക്ക്ഡ്, അതായത് ഞാനിപ്പോൾ ആ ഒരു റൂമിൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, അകപ്പെട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് വാസ് ബീങ് വാച്ച്ഡ്, എന്തായാലും കുറച്ച് പേരാരോ എന്നെ നോക്കുന്നുണ്ടെന്ന് അതിന് മനസ്സിലായി. ആഫ്റ്റർ ഐ വോക്ക് അപ്പ്, പിന്നെ ഞാനൊന്ന് എണീറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഐ ഹേർഡ് എ ടീച്ചർ സെയിങ്. അപ്പം ഞാൻ കേട്ടു, ഹിയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുകയുണ്ടായി. എ ടീച്ചർ സെയിങ്, ഒരു ടീച്ചർ പറയുന്നത്, now that this brute is safely locked up, we must decide. അപ്പോൾ എന്താണ് ആ ഒരു ടീച്ചർ പറയുന്നത്? now that this brute is safely locked. ബ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗം എന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെ വന്ന് ക്രൂരനായിട്ടുള്ള മൃഗമല്ലാണ് ഉദ്ദേശിക്കുന്നത്, ബ്രൂട്ട്. അപ്പോൾ സേഫ്ലി ലോക്ക്ഡ്, ഇപ്പോൾ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു മൃഗം നമ്മുടെ കടുവ ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ആ ഒരു ടീച്ചർ പറയുന്നത്. വി മസ്റ്റ് ഡിസൈഡ്. അപ്പോൾ എന്താണ്, നമുക്ക് തീർച്ചയായിട്ടും ഡിസൈഡ് ചെയ്യണം, അങ്ങനെ പറഞ്ഞ് നിർത്താണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആരോ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അറ്റ് ദിസ് മൊമെൻറ്റ് മൈ മാസ്റ്റർ പുഷ്ഡ് ഹിസ് വേ ത്രൂ ദി ക്രൗഡ്സ്. അപ്പോൾ ആ ഒരു ടൈമിൽ ആരാ വരുന്നത്? മൈ മാസ്റ്റർ, അതായത് നമ്മുടെ കടുവേൻ്റെ മാസ്റ്റർ വരുന്നതാണ്. പുഷ്ഡ് ഹിസ് വേ ത്രൂ ദി ക്രൗഡ്സ്, അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ, ക്രൗഡ്സിൻ്റെ ഉള്ളിലൂടെ അദ്ദേഹം വഴി തെളിയിച്ച് വരിക എന്ന് പറയില്ലേ, വഴി വെട്ടി വരികയെന്ന്. അപ്പോൾ അതേപോലെ തന്നെ പുഷ്ഡ് ഹിസ് വേ ത്രൂ ദി ക്രൗഡ്സ് ആൻഡ് സ്കോൾഡ്. സ്കോൾഡ് ചെയ്യാന്ന് വെച്ചാൽ ചീത്ത പറഞ്ഞു. നെവർ യൂസ് ദ വേർഡ്സ് ബീസ്റ്റ് ഓർ ബ്രൂട്ട്. അപ്പം എന്താണ് അദ്ദേഹം പറഞ്ഞത്? നെവർ യൂസ് ദ വേർഡ്സ്, ഒരിക്കലും ഉപയോഗിക്കരുത്. ഏത് വേർഡ്സാണ് ഉപയോഗിക്കാൻ പറ്റാത്ത വേർഡ്സ്? ബീസ്റ്റ് ഓർ ബ്രൂട്ട്. അതായത് ബീസ്റ്റ് എന്നോ ബ്രൂട്ട് എന്നോ ഒരിക്കലും ഉപയോഗിക്കരുത്. ദേ ആർ അഗ്ലി വേർഡ്സ്. അതെന്താണ്, ശരിക്കും അതൊരു അഗ്ലി ആയിട്ടുള്ള അത്രയും താഴ്ന്നിട്ടുള്ള വേർഡ്സാണ് അല്ലേ. കോയിൻഡ് ബൈ മാൻ ആൻഡ് ഹിസ് അറഗൻസ്. അതായത് അറഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം എന്നാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മുടെ മനുഷ്യന്മാരുടെ അഹങ്കാരത്തിൽ നിന്നുണ്ടായി വരുന്നതാണ് ഇത്തരം ഒരു താഴ്ന്ന രീതിയിലുള്ള സംസാരം, അല്ലെങ്കിൽ താഴ്ന്ന രീതിയിലുള്ള വേർഡ്സ് എന്ന്. അപ്പോൾ അതൊരിക്കലും യൂസ് ചെയ്യരുതെന്ന് ഈ ഒരു മാസ്റ്റർ, കടുവയുടെ മാസ്റ്റർ ബാക്കിയുള്ളവരോടായിട്ട് ചീത്ത പറയുകയാണ് ചെയ്യുന്നത്. ദി ഹ്യൂമൻ ബീയിങ് തിങ്സ് ഓൾ അതർ ക്രീച്ചേഴ്സ് ആർ ബീസ്റ്റ്. ഓൺഫുൾ വേർഡ്. ഇപ്പം ആ ഒരു മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ ഹ്യൂമൻ ബീയിങ് തിങ്സ്, മനുഷ്യന്മാർ വിചാരിക്കുന്നതാണ്
ഓൾ അതർ ക്രീച്ചേഴ്സ്, എല്ലാ ജീവജാലങ്ങളും, അത് മറ്റുള്ള എല്ലാ ജീവിവർഗങ്ങളും ആർ ബീസ്റ്റ്, എന്താണ്, മൃഗങ്ങളാണെന്ന്, അത്രയും ക്രൂരന്മാരായിട്ടുള്ള മൃഗങ്ങളാണ്. ഓൺ ഫുൾ വേർഡ്, അത്രയ്ക്കും തികച്ചും ഭയാനകമായിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു വേർഡ് അങ്ങനെ യൂസ് ചെയ്തതെന്ന് നമ്മുടെ മാസ്റ്റർ എല്ലാവരോടായിട്ട് പറയുന്നത്. ആസ് ദിസ് ദി ടൈം ടു ഡിസ്കസ് പ്രോബ്ലം ഓഫ് വോക്കാബുലറി. അപ്പം ഇങ്ങനെ മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ആൾ വന്നിട്ട് പറയാണ്, ഇപ്പം ഇത് പറയാനുള്ള സമയമാണോ എന്ന്, എൻ്റെ വോക്കാബുലറി അല്ലെങ്കിൽ ഇവരിപ്പം പറഞ്ഞത് തിരുത്താനുള്ള സമയമാണോ ഇതെന്നാണ് ആ ഒരു ക്രൗഡിൽ കൂടിയിരിക്കുന്ന ഒരാൾ ഈ ഒരു മാസ്റ്ററിനോടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വൈ നോട്ട് റിട്ടോർഡഡ് മൈ മാസ്റ്റർ, എന്തുകൊണ്ടില്ല? മാസ്റ്റർ തിരിച്ചടിച്ചു. റിട്ടോർഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടിക്കുക എന്നാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരാൾ ഈ ഒരു ടൈമിലാണോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ തിരിച്ച് അവരോടായിട്ട് തന്നെ പറയാണ് എന്തുകൊണ്ടില്ല, ഇപ്പം പറഞ്ഞാൽ എന്താന്ന് അങ്ങനെ അവരോടായിട്ട് തിരിച്ച് മറുപടി പറയുന്നതാണ്. അറ്റ് വിച്ച് ദേ ലുക്ക്ഡ് എക്സ്ട്രീംലി അപ്സെറ്റ് ആൻഡ് ആംഗ്രി. അപ്പം ഇങ്ങനെ മാസ്റ്റർ ഇങ്ങനെ തിരിച്ചടിച്ചു കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അപ്സെറ്റായി, ദാറ്റ് ഈസ് അവർ എന്താണ്, അസ്വസ്ഥരായി. ആൻഡ് ആംഗ്രി, അവർ ദേഷ്യത്തിലുമായിരുന്നു ഇങ്ങനെ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞപ്പം. സംവൺ സെഡ് വാട്ട് എ റെക്ലെസ് മാൻ യു ആർ, ഹൂ ആർ യു. അപ്പോൾ അതിലൊരു ആൾ ചോദിച്ചിട്ടുണ്ടോ, ദാറ്റ് ഈസ് സംവൺ സെഡ്. അപ്പോൾ അതിലേതോ ഒരാൾ പറഞ്ഞു വാട്ട് എ റെക്ലെസ് മാൻ. റെക്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്രദ്ധ എന്നാണ് കേട്ടോ വരുന്നത്. ഇത്രയ്ക്കും അശ്രദ്ധനായിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത മനുഷ്യന് ആരാണ്, നിങ്ങൾ ആരാണ്? ഹൂ ആർ യു, നിങ്ങൾ ആരാണ് മനുഷ്യ, ഇത്രയും അശ്രദ്ധയില്ലാത്ത, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യനിലാണ് ആ ഒരു ക്രൗഡിൽ നിന്നുള്ള ഒരാൾ ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് നമ്മുടെ മാസ്റ്റർ പറഞ്ഞു കേട്ടോ, യു ആർ ആസ്കിങ് എ പ്രൊഫൗണ്ട് ക്വസ്റ്റ്യൻ. നിങ്ങളിപ്പോൾ ചോദിച്ചത് അത്രയ്ക്കും ഗഹനമായിട്ടുള്ള, അത്രയും ഡീപ്പ് മീനിങ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദാറ്റ് ഈസ് പ്രൊഫൗണ്ട് എന്നുദ്ദേശിക്കുന്നത്. ഐ ഹാവ് നോ ഐഡിയ ഹൂ ഐ ആം. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ആരാണെന്ന്. ഐ ഹാവ് നോ ഐഡിയ ഹൂ ഐ ആം. എനിക്ക് ഇതുവരെ നിശ്ചയമായില്ല ഞാൻ ആരാണെന്ന്. ആര്? നമ്മുടെ മാസ്റ്റർ മറുപടി കൊടുക്കണം അയാൾക്ക്. ഓൾ മൈ ലൈഫ് ഐ ഹാവ് ബീൻ ട്രൈങ് ടു ഫൈൻഡ് ദി ആൻസർ. എൻ്റെ ഇത്രത്തോളം ഉള്ള ലൈഫിൽ ഞാൻ അതിനുള്ളൊരു ആൻസർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഐ യു ഷുവർ യു നോ ഹൂ യു ആർ. എന്നിട്ട് മാസ്റ്റർ അവരോടായിട്ട് ചോദിക്കുന്നതാണ്, ഐ യു ഷുവർ യു നോ ഹൂ യു ആർ. നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്നാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ആർ.കെ. നാരായണനാണ് നമ്മുടെ ഈ ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നത്. ടൈഗർ ഒരു മാർക്കറ്റ് റോഡിൽ ഇറങ്ങിയിട്ടുള്ള സംഭവവികാസങ്ങളാണ് ഇന്നത്തെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.